ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നീരാഞ്ജന. നമ്മൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കും. നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാം. അതുപോലെ നമ്മൾ അയേണിൻ്റെ കുറവ്, രക്തക്കുറവ് ഉണ്ടെങ്കിൽ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാം. അതുപോലെ നമ്മൾക്ക് കണ്ണ് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, BP, ഷുഗർ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ തലവേദന വരുന്നതെന്ന് നോക്കിയിട്ട് വേണം അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം തോന്നാം. ഈ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം തോന്നുന്നത്. അതും നമ്മൾക്ക് രക്തക്കുറവുണ്ടെങ്കിൽ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, നമ്മൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾക്ക് ക്ഷീണം തോന്നാം. ഷുഗർ ഉണ്ടെങ്കിൽ, നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം തോന്നാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് മുടി കൊഴിച്ചിൽ, നമ്മൾക്ക് ഒരുപാടായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം രക്തക്കുറവ് തന്നെയാണ്. അതുപോലെ ഹോർമോണൽ ഇംബാലൻസ്, പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടോ PCOD പോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഓവറായിട്ട് ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുടി കൊഴിയുന്നുണ്ട്. ഇതല്ലാതെ നമ്മൾ മുടിയിൽ ഒരുപാടായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും മുടി ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കളർ ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ കാലുകളിൽ കാണുന്ന നീർക്കെട്ട്, നമ്മുടെ കണങ്കാലിലൊക്കെ നീര് കാണുന്നത്, അതിൻ്റെ ഒരു കാരണം നമ്മൾക്ക് അമിതമായിട്ടുള്ള വണ്ണം തന്നെയാണ്. അതല്ലാതെ നമ്മൾക്ക് കിഡ്നിയോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ കാലിൽ നീർക്കെട്ട് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, പെട്ടെന്ന് വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കുറയുക. അപ്പം അതിൻ്റെ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് പോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബോഡിയിൽ വെയിറ്റിൽ ഒരു ചേഞ്ചസ് കാണുന്നതാണ്. PCOD പോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണാം. ഷുഗർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ബോഡിയിൽ ഒരു വെയിറ്റ് ചേഞ്ച് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുക. ഈ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതിൻ്റെ കാരണം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അമിതമായിട്ടുള്ള വണ്ണം തന്നെയാണ്. പിന്നെ നമ്മൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാം. ഇതല്ലാതെ നമുക്ക് ഹാർട്ടോ അല്ലെങ്കിൽ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൈകാലുകളിൽ തരിപ്പ് കാണാം. ഈ കൈകാലുകളിൽ തരിപ്പ് കാണുന്നതിൻ്റെ ഒരു കാരണം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണാം. അതല്ലാതെ നമുക്ക് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൈകാലുകളിൽ തരിപ്പ് കാണാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വയറിന് എപ്പോഴും ബ്ലോട്ടിങ് തോന്നുക, അല്ലെങ്കിൽ വയറെരിച്ചിൽ, നെഞ്ചെരിച്ചിൽ പോലത്തെ ബുദ്ധിമുട്ട്. ഇതിൻ്റെ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് അൾസറിൻ്റെ ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ വേറെ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഡ്രൈ സ്കിന്നിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് ഒരു കാരണമാണ്. അതല്ലാതെ നമ്മൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എക്സിമയോ സോറിയാസിസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്കിന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നാം. പിന്നെ നമ്മൾക്ക് അമിതമായിട്ടുള്ള ദാഹം, ഈ അമിതമായിട്ടുള്ള ദാഹം തോന്നുന്നതിൻ്റെ ഒരു കാരണം ഷുഗറാണ്. നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ദാഹം തോന്നാം. അതല്ലാതെ നമ്മൾ ഒരുപാടായിട്ട് ഉപ്പിൻ്റെ ഉപയോഗം നമ്മൾ ഒരുപാട് ഉണ്ടെങ്കിൽ, ഉപ്പിട്ട ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ ദാഹം തോന്നാം. ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാടായിട്ട് ദാഹം തോന്നാം. അപ്പോൾ ഓരോ കണ്ടീഷനും വരുമ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് കാരണം കൊണ്ടാണെന്ന് നോക്കിയിട്ട് വേണം എപ്പോഴും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.